പ്രിയ സുഹൃത്തുക്കളെ, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടകം അവതരിപ്പിക്കുന്നു. 10ാമത്തെ മനുഷ്യൻ എന്നാണ് നാടകത്തിന്റെ പേര്. ഇത് എഴുതിയത് ഡബ്ല്യു. സോമർസെറ്റ് മോം ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റും നാടകകൃത്തും ചെറുകഥാകൃത്തും ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ വ്യക്തമായ അലങ്കാരങ്ങളില്ലാത്ത ശൈലിയും മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള സമർത്ഥമായ ധാരണയും കൊണ്ട് സവിശേഷമാണ്. നിങ്ങൾക്ക് ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി അഭിപ്രായമിടുക. സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റത്തിലൂടെയാണ്. 10ാമത്തെ മനുഷ്യൻ. കഥാപാത്രങ്ങൾ. 1 ലോർഡ് ഫ്രാൻസിസ് എച്ചിങ്ഹാം, 50 വയസ്സ്, മാന്യനും എന്നാൽ ദുർബലനുമായ ഒരാൾ. ബിസിനസ്സിൽ വലിയ അറിവില്ലെങ്കിലും ഉണ്ടെന്ന് നടിക്കുന്നയാൾ. 2 ലേഡി ഫ്രാൻസിസ്, ഫ്രാൻസിസിന്റെ ഭാര്യ, ബുദ്ധിയുള്ളവളും ഭർത്താവിന്റെ കുറവുകൾ മനസ്സിലാക്കുന്നവളും. 3 കാതറിൻ കേട്ട്, ഇവരുടെ മകൾ, ജോർജ് വിന്ദ്രിന്റെ ഭാര്യ. 4 ജോർജ് വിന്ദ്ര്, കാതറിന്റെ ഭർത്താവ്, വലിയ പണക്കാരനും തന്ത്രശാലിയുമായ ബിസിനസ്സുകാരൻ. 5 റോബർട്ട് കോൾബി, കാതറിൻ സ്നേഹിക്കുന്ന വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ. ആൻ കാതറിന്റെ സഹോദരി. 7 ടെഡി ഓഡോണൽ, ആനിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവാവ്. 8 ജെയിംസ് ഫോർഡ്, സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരൻ. 9 ബെന്നറ്റ്, ജോർജിന്റെ സഹായി. 1ാം അംഗം. രംഗം ലോർഡ് ഫ്രാൻസിസിന്റെ വീടിന്റെ സ്വീകരണമുറി. ലോർഡ് ഫ്രാൻസിസ് വളരെ അസ്വസ്ഥനായി മുറിയിൽ നടക്കുന്നു. ലേഡി ഫ്രാൻസിസ് ശാന്തയായി അത് നോക്കി നിൽക്കുന്നു. എച്ചിങ്ഹാം ദേഷ്യത്തോടെ, ആഞ്ചല, നീ എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ എന്നോട് ഈ കാര്യം പറയാതിരുന്നത്? ലേഡി ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട്, എന്നെ ഉറക്കം കളയാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. എച്ചിങ്ഹാം, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് എങ്ങനെ സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞു? എനിക്ക് കണ്ണ് അടയ്ക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ മകൾ കേട്ട്, കാതറിൻ ഇന്നലെ രാത്രി 12 മണിക്ക് ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങി വന്നു എന്ന് നീ പറയുന്നു. വെറും വസ്ത്രം മാത്രം ധരിച്ചു, പെട്ടി പോലുമില്ലാതെ. ലേഡി ഫ്രാൻസിസ്, അതെ, അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. എച്ചിങ്ഹാം, അവൾ തിരികെ പോകാൻ തയ്യാറാണോ? ലേഡി ഫ്രാൻസിസ്, ഇല്ല, അവൾ ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എച്ചിങ്ഹാം, ജോർജ് വിന്ദ്ർ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു? ലേഡി ഫ്രാൻസിസ്, അവൾ വന്ന് 10 മിനിറ്റിനുള്ളിൽ അവൻ അവൾക്കായി ഒരു ടൂത്ത് ബ്രഷ് കൊടുത്തുവിട്ടു. എച്ചിങ്ഹാം, ടൂത്ത് ബ്രഷോ? അതെന്തിനാണ്? ലേഡി ഫ്രാൻസിസ്, പല്ലു തേക്കാൻ ആയിരിക്കും. എച്ചിങ്ഹാം ദേഷ്യത്തോടെ, ഇതിനർത്ഥം അവൻ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നില്ല എന്നാണ്. ഭാഗ്യത്തിന് അവൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് സംസാരിച്ച് തീർക്കാം. കാതറിൻ മുറിയിലേക്ക് വരുന്നു. അവൾ വിഷമത്തിലാണെങ്കിലും ദൃഢനിശ്ചയമുള്ളവളാണ്. എച്ചിങ്ഹാം, കാതറിൻ, ഇരിക്കൂ. എന്താണ് ഇതെല്ലാം? നിനക്ക് കുറച്ചുകൂടി ക്ഷമ കാണിക്കാമായിരുന്നു. കാതറിൻ, 4 വർഷമായി ഞാൻ ക്ഷമിക്കുന്നു അച്ഛാ. എന്റെ ഭർത്താവായ ജോർജിന്റെ സ്വഭാവം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എനിക്ക് ഇനിയും അവനൊപ്പം ജീവിക്കാൻ കഴിയില്ല. ഞാൻ വിവാഹമോചനത്തിന് തീരുമാനിച്ചു. എച്ചിങ്ഹാം, മോളെ, നീ അത് ചെയ്യരുത്. ജോർജ് വലിയ പണക്കാരനാണ്. എന്റെ ബിസിനസ്സുകൾ എല്ലാം അവന്റെ കയ്യിലാണ്. എനിക്ക് അവനുമായി തെറ്റാൻ പറ്റില്ല. ഏകദേശം 15,000 പൗണ്ട് ഞാൻ അവന് കൊടുക്കാനുണ്ട്. കാതറിൻ, പണത്തിന് വേണ്ടി എന്റെ ജീവിതം ബലികഴിക്കണോ? ജോർജ് വിന്ദ്ർ കടന്നുവരുന്നു. അവൻ കാണാൻ ഗാംഭീര്യമുള്ളവനും എന്നാൽ തന്ത്രശാലിയുമാണ്. ജോർജ് ചിരിച്ചുകൊണ്ട്, എല്ലാവർക്കും വണക്കം.
എന്റെ ഭാര്യ ഇവിടെയുണ്ടല്ലോ. കാതറിൻ, ജോർജ്, നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് വിവാഹമോചനം വേണം. ജോർജ് ഗൗരവത്തോടെ കേട്ട്, നീ വികാരത്തിന് അടിമപ്പെടരുത്. നമുക്ക് സംസാരിക്കാം. ഞാൻ ഇപ്പോൾ കാംബോ ഡെൽ ഓറോ എന്ന സ്വർണ്ണഖനി വാങ്ങിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വലിയ ലാഭം കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ആ സമയത്ത് ഒരു വിവാഹമോചന കേസ് വന്നാൽ എന്റെ പേര് ചീത്തയാകും. ഞാൻ തോൽക്കും. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം. കാതറിൻ, എനിക്ക് നിന്റെ പണത്തിലോ രാഷ്ട്രീയത്തിലോ താൽപ്പര്യമില്ല. നിന്റെ വഞ്ചനയും കള്ളത്തരങ്ങളും എനിക്ക് മടുത്തു. ജോർജ്, ഓഹോ, അപ്പോൾ നീ റോബർട്ട് കോൾപിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ എന്നെ ഒഴിവാക്കുന്നത്? കാതറിൻ, എനിക്ക് റോബർട്ടിനെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ജോർജ് ഒരു കത്ത് എടുത്തു കാണിക്കുന്നു. ഇത് നോക്കൂ. റോബർട്ട് നിനക്ക് എഴുതിയ കത്താണിത്. നിന്റെ പെട്ടിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നീ എനിക്കെതിരെ കേസ് കൊടുത്താൽ ഞാൻ ഈ കത്ത് ഉപയോഗിച്ച് തിരിച്ചു കേസ് കൊടുക്കും. റോബർട്ടിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ തകരും. അവൻ മന്ത്രിയാകാൻ പോകുന്ന ആളാണ്. ഒരു വിവാഹമോചന കേസിൽ പെട്ടാൽ അവന്റെ കരിയർ തീരും. കാതറിൻ ഭയത്തോടെ, നീ അത് ചെയ്യില്ല. ജോർജ്, എനിക്ക് ജയിക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഒന്നെങ്കിൽ നീ തിരിച്ചു വരിക, അല്ലെങ്കിൽ റോബർട്ടിന്റെ ഭാവി നശിപ്പിക്കുക. തീരുമാനം നിന്റേതാണ്. ഈ സമയം കാതറിന്റെ സഹോദരി ആനും കാമുകൻ ടെഡിയും വരുന്നു. ജോർജ് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു. കാതറിൻ നിസ്സഹായയായി നിൽക്കുന്നു. റോബർട്ട് കോൾപി വരുന്നു. കാതറിൻ റോബർട്ടിനോട് സംസാരിക്കുന്നു. താൻ വിവാഹമോചനം വേണ്ടെന്ന് വെക്കുകയാണെന്ന് അവൾക്ക് പറയേണ്ടി വരുന്നു. കാരണം റോബർട്ടിന്റെ ഭാവി നശിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ജോർജ് കാതറിനോട്, നീ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയാം. പിന്നീട് ജോർജ് തന്റെ സഹായിയായ ബെന്നറ്റിനോട് സംസാരിക്കുന്നു. ബെന്നറ്റ് മുതലാളി, ആ സ്വർണ്ണഖനിയുടെ റിപ്പോർട്ട് വന്നു. അതിൽ സ്വർണ്ണമില്ല. ആ ഖനി ഒന്നിനും കൊള്ളില്ല. ജോർജിൽ ഞെട്ടലോടെ, എന്ത്? അപ്പോൾ നാം കൊടുത്ത പണം മുഴുവൻ പോയോ? ബെന്നറ്റ്, അതെ, നമ്മൾ തകർന്നു. ജോർജ് പതറാതെ, നമ്മൾ തോൽക്കാൻ പാടില്ല. ഈ റിപ്പോർട്ട് ആരും അറിയരുത്. ഖനിയിൽ സ്വർണമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഓഹരികൾ വിൽക്കാം. അങ്ങനെ പണം ഉണ്ടാക്കാം. എച്ചിങ്ഹാം, അത് വലിയ വഞ്ചനയല്ലേ? പോലീസ് പിടിക്കില്ലേ? ജോർജ് പിടിക്കപ്പെട്ടാൽ നമ്മൾ എല്ലാവരും ജയിലിൽ പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. രണ്ടാം അംഗം. രംഗം, അതേ സ്വീകരണമുറി. ഉച്ചസമയം. ജോർജിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ചില പ്രമുഖർ കാതറിനെ കാണാൻ വരുന്നു. ജോർജിനെതിരെയുള്ള വിവാഹമോചന വാർത്തകൾ സത്യമാണോ എന്നറിയാനാണ് അവർ വന്നത്. ജെയിംസ് ഫോർഡ്, സത്യസന്ധനായ നേതാവ് മിസ്സസ് വിന്ദർ കാതറിൻ, ഞങ്ങൾക്ക് ഒറ്റക്കാര്യം അറിഞ്ഞാൽ മതി. താങ്കൾ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പോകുകയാണോ? ഈ വാർത്തകൾ സത്യമാണോ? ജോർജ് കാതറിനെ നോക്കി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറയൂ. കാതറിൻ. കാതറിൻ മനസ്സില്ലാമനസ്സോടെ, അച്ഛനെയും റോബർട്ടിനെയും രക്ഷിക്കാൻ വേണ്ടി, ഇല്ല, ആ വാർത്തകൾ സത്യമല്ല. ഞാൻ ജോർജിനെ വിവാഹമോചനം ചെയ്യുന്നില്ല. ജെയിംസ് ഫോർഡ്, നന്ദി. ഇത് കേട്ടാൽ മതി. എല്ലാവരും പോകുന്നു. ജോർജ് വിജയിച്ച ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ കാതറിൻ അവനെ വെറുപ്പോടെ നോക്കുന്നു. മൂന്നാം അംഗം. രംഗം, മിഡിൽപൂളിലെ പാലസ് ഹോട്ടലിലെ ഒരു മുറി. തെരഞ്ഞെടുപ്പ് ദിവസം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നു. പത്രങ്ങളിൽ ജോർജിന്റെ സ്വർണ്ണഖനി തട്ടിപ്പാണെന്ന വാർത്ത വരുന്നു. എല്ലാവരും ഭയപ്പെടുന്നു. എന്നാൽ ജോർജ് കുലുങ്ങുന്നില്ല. അവൻ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു.
ജോർജ്, ഈ വാർത്തകൾ എല്ലാം എതിരാളികളുടെ തന്ത്രമാണ്. നമ്മുടെ ഖനിയിൽ സ്വർണമുണ്ട്. ആരും പേടിക്കണ്ട. ജോർജിന്റെ ആത്മവിശ്വാസം കണ്ട് ആളുകൾ അവനെ വിശ്വസിക്കുന്നു. ഫലം വരുന്നു. ജോർജ് വിജയിച്ചു. ആഹ്ലാദപ്രകടനം. പുറത്താളുകൾ ജോർജ് വിന്ദ്ർ ജയിച്ചു എന്ന് വിളിച്ചു പറയുന്നു. ജോർജ് എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നു. പക്ഷേ സത്യസന്ധനായ ജെയിംസ് ഫോർഡ് ജോർജിനെ കാണാൻ വരുന്നു. ജെയിംസ് ഫോർഡ്, ജോർജ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ജോർജ്, എന്താണ് ഫോർഡ്? ഞാൻ ജയിച്ചില്ലേ? ഫോർഡ്, ഞാൻ ബാങ്കിൽ പോയിരുന്നു. നമ്മുടെ കമ്പനിയുടെ ബോണ്ടുകൾ, പണം അവിടെ ഇല്ല. ആ പണം ഉപയോഗിച്ചാണ് നീ ഖനി വാങ്ങിയത്, അല്ലേ? അത് മോഷണമാണ്. ജോർജ്, ഞാൻ അത് തിരിച്ചുവെക്കാം. എനിക്ക് കുറച്ച് സമയം തരൂ. ഫോർഡ്, പറ്റില്ല. അത് ജനങ്ങളുടെ പണമാണ്. നീ ചെയ്തത് കുറ്റകൃത്യമാണ്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ പണം തിരികെ വച്ചില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. ജോർജ് ദേഷ്യത്തോടെ, നീ എന്നെ നശിപ്പിക്കുമോ? ഞാൻ വലിയ നിലയിലെത്തി. എന്നോട് ക്ഷമിക്കൂ. ഫോർഡ്, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. സത്യം സത്യമാണ്. നീ തെറ്റ് ചെയ്തു. ജോർജ് അലറുന്നു. 9 പേരും കള്ളന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷേ 10ാമത്തെ മനുഷ്യൻ സത്യസന്ധനായിരിക്കും എന്ന് ഞാൻ മറന്നുപോയി. നീയാണ് ആ 10ാമത്തെ മനുഷ്യൻ. ഫോർഡ് പോകുന്നു. താൻ പിടിക്കപ്പെടുമെന്നും ജയിലിൽ ആകുമെന്നും ജോർജിന് മനസ്സിലാകുന്നു. അവൻ ആകെ തകർന്നു പോകുന്നു. കാതറിൻ, ജോർജ്, എന്ത് പറ്റി? ജോർജ്, എല്ലാം കഴിഞ്ഞു. ഫോർഡ് സത്യം അറിഞ്ഞു. ഞാൻ ജയിലിൽ പോകും. എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ. ഞാൻ ഇത്രയും നാൾ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ജീവിച്ചത്. അത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. കാതറിൻ, ജോർജ്, എന്തെങ്കിലും വഴി കാണും. ജോർജ് വിചിത്രമായ ചിരിയോടെ, എനിക്കൊരു വഴിയുണ്ട്. നീ മുറിയിൽ പോകൂ. ആരെയും എന്റെ അടുത്തേക്ക് വിടരുത്. കാതറിൻ ഭയത്തോടെ പോകുന്നു. ജോർജ് തന്റെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. അല്പസമയത്തിന് ശേഷം ബെന്നറ്റ് ഓടി വരുന്നു. ബെന്നറ്റ്, ജോർജ്. ജോർജിൽ, വലിയൊരു വാർത്തയുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മളുമായി യോജിക്കാൻ തീരുമാനിച്ചു. അവർ നമ്മുടെ ഓഹരികൾ വാങ്ങാം എന്ന് പറഞ്ഞു. നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കിനി പണത്തിന് ബുദ്ധിമുട്ടില്ല. ആ ബോണ്ടുകൾ തിരിച്ചുവെക്കാം. ബെന്നറ്റ് വാതിലിൽ തട്ടുന്നു. പക്ഷേ മറുപടിയില്ല. കാതറിൻ ഭയന്ന് വിറയ്ക്കുന്നു. അവർ വാതിൽ പൊളിക്കുന്നു. മുറിയിൽ ആരുമില്ല. ജനൽ തുറന്നു കിടക്കുന്നു. പുറത്ത് തെയിൻ പോകുന്ന പാളമാണ്. പെട്ടെന്ന് ഡെഡി ഓടോണൽ ഓടിവരുന്നു. ഡെഡി, അയ്യോ, ഭയങ്കരമായ ഒരപകടം നടന്നു. ഒരാൾ തെയിനിന് മുന്നിൽ ചാടി മരിച്ചു. കാതറിൻ നിലവിളിക്കുന്നു, അയ്യോ, ജോർജ് വിന്ദ്ർ ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. അവൻ രക്ഷപ്പെടാനുള്ള വഴി തുറന്നത് അറിഞ്ഞില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ഈ നാടകം കാണിക്കുന്നു. ശുഭം.